ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു വെറൈറ്റി കേക്ക് ആയിട്ടാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലി തട്ടിലാണ് ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദ എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് പാൽ എടുത്തിട്ടുണ്ട്, ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നുണ്ട്. സൺഫ്ലവർ ഓയിലും വേണം. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഇതാ സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മുട്ടയുടച്ച് മിക്സീൻ്റെ ജാറിലേക്ക് ഇടാം. എന്നിട്ട് പഞ്ചസാരയെല്ലാം ചേർത്ത് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. ആദ്യം അതാണ് ഒരാറിയ ജാറെടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഞാൻ മുട്ടയുടച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 മുട്ട. ഓക്കെ. അപ്പം ഇനി ഒരു മുട്ടയും കൂടി ഉടച്ച് വരണം. അടുത്ത മുട്ടയും കൂടി ഉടച്ച് വയ്ക്കുന്നുണ്ട്. 2 മുട്ട ഉടച്ച് വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇത്ര പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര ഈ മുട്ടേൻ്റെ കൂടെ തന്നെ എടുത്ത് അടിച്ച് നല്ലോണം പതപ്പിച്ചെടുക്കുന്നതാണ്. നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഇതിൽ ഈ മുട്ടേൻ്റെ മണം വരുന്നതിന് കുറച്ച് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. വാനില എസൻസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഒഴിക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല. അപ്പം ഞാനിത് അടിച്ചെടുത്തിട്ട് വരുന്നു. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ലോണം അടിച്ചെടുത്തിട്ട് ഞാൻ വരുന്നു. മുട്ടയും പഞ്ചസാരയും അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അതത്രയാന്ന്, കുറച്ച് ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും വേണ്ട. ഒരളവ് കണക്കാക്കാൻ ഇതിൽ പൊടി ഇളക്കേണ്ടതുകൊണ്ട് അപ്പോൾ ഏകദേശം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അപ്പോൾ ഇതും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരണം നമുക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് നല്ല അടിപൊളിയായിട്ടെല്ലാം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മൈദ അരിച്ചിട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ മൈദ എടുത്തിട്ട് ഇതിലേക്ക് ഇടട്ടെ. ഒരു ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടത്ത് ഒരു ലേശം നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ്, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, ലേശം ബേക്കിംഗ് സോഡ. ഇത്രയാണ് ഇട്ടിട്ട് നമ്മളിത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കട്ടയൊന്നും ഇല്ലാണ്ട് ഇളക്കിയെടുക്കണം. ഒരു ഗ്ലാസ് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടി ഇതൊന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മൈദ ഇട്ട് കൊടുക്കാം.
അപ്പം ഇനി പാല് തന്നെ വേണമെന്നറിയില്ല. ഇതിന് തന്നെ ഉണ്ട്. നമ്മളെ ഈ 2 മുട്ടക്കും ഇതിനും ഉണ്ട് ഏകദേശം. അപ്പോൾ ബാക്കിയുള്ള പൊടി കൂടി എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അരിച്ചിട്ട്. അത്രയും കൂടി കുറച്ചും കൂടിയേ ഉള്ളൂ. ഇപ്പം മധുരമെല്ലാം കറക്റ്റ് തന്നെയായിരിക്കും, ഒരുപാട് മധുരം വേണ്ടല്ലോ. അപ്പോൾ ഇത് ഇത്രയും കൂടി പൊടിയുണ്ട്. അപ്പോൾ ആ പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാ. ഇത്രയും കൂടിയുണ്ട്, അതും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മുട്ടിയിട്ട് ഇനിയിപ്പോൾ അതിനെ കൊണ്ടരിക്കാൻ പറ്റില്ല, അത് നനഞ്ഞു പോയില്ലേ. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ അരിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും ഇളക്കി ക്ലിയറാക്കാം. അപ്പോൾ പാല് ചേർക്കേണ്ടി വരും നമുക്ക്. ഇത് കുറച്ച് നല്ല കട്ടിയിലാണുള്ളത് ഇപ്പോൾ, കണ്ട. അപ്പോൾ കുറച്ച് പാലും കൂടി നമുക്ക് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഭയങ്കര കട്ടിയിലല്ലേ. ഇപ്പോൾ കുറച്ച് പാല് ചേർക്കണം, ഒരുപാട് വേണ്ട, കുറച്ച്. തീരുന്ന കുറച്ച് കൂട്ടെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഇനി ഏലക്കായൻ്റെ പൊടി കുറച്ച് ഞാൻ പഞ്ചസാരയും കൂട്ടി പൊടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പൊടിച്ച് വെച്ചുകൊണ്ട് അതുണ്ടല്ലോ നമുക്ക് എടുക്കാൻ മാത്രം. കുറച്ച് ഒരു ഏലക്കായൻ്റെ മണത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിയാണ്. അപ്പോൾ ഇതാ അതും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇതാ ഇപ്പം നല്ല കട്ടിയിലല്ലേ ഉള്ളത്. അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കണം, അതിന് വേണ്ടിയിട്ട് കുറച്ച് പാല് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒരുപാടില്ല, കുറച്ച്. അപ്പം ഞാൻ പാല് ഇടുന്ന ഫ്രിഡ്ജിൽ നിന്ന് ഉച്ചക്കേ എടുത്ത് പുറത്ത് വെച്ചിന്, അധികം തണുപ്പ് പാടില്ലല്ലേ ഇനി. അപ്പം അതുകൊണ്ട് കുറച്ച് ഒഴിക്കുന്നുണ്ടേ. വേണ്ടിക്കിൽ പിന്നെ ഒഴിച്ചാൽ മതി, ആവശ്യത്തിന് നോക്കി നോക്കി നമ്മൾ എടുത്താൽ മതി. ഇല്ലേ പിന്നെ നമ്മൾ ജാസ്തി ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പാകമാണ്, അത് ഒരുപാട് പാല് വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇതാ ഇത് കറക്റ്റ്. ഇതാ ഒഴിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഇതാ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പാകത്തിന് മതി നമുക്ക്. അപ്പോൾ ഇനി നമുക്കെന്ത് വേണം, ഇത് കുറച്ച് നമുക്കെടുത്തിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പം ഞാനിതാ ബൂസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് പൊട്ടിച്ചിടുന്നുണ്ട്. രണ്ട് പാക്കറ്റ് ബൂസ്റ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബൂസ്റ്റിനെ കുറച്ച് പാല് ചേർത്തിട്ട് നമുക്കൊന്ന് ഇത് ഇളക്കി യോജിപ്പിക്കണം. സ്പൂൺ എടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കണം. നല്ലോണം കട്ടയൊന്നുമില്ലാണ്ട് ഇളക്കി യോജിപ്പിക്കുക. വേണ്ടിക്കലൊന്ന് മിക്സിയിലിട്ട് അടിച്ചാലും കുഴപ്പം വരില്ല. എന്നിട്ട് ഇതിൽ നിന്ന് ഈ കുറച്ച് കൂട്ടെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് ഞാനത് ഒഴിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ബൂസ്റ്റും കൂട്ടും കൊണ്ട് ഞാനിതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ അപ്പോൾ 2 കൂട്ടുമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഇഡ്ഡലി തട്ടിൻ്റെ അകത്താണെന്നല്ല ആക്കുന്നതെന്ന് പറഞ്ഞു. ഇഡ്ഡലി തട്ട് ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടാണ് ഞാനിതാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ തടവിയിട്ടുണ്ട്. ഇതാ കണ്ട, ബ്രഷ് എടുത്തിട്ട് തടവിയതാണ് സൺഫ്ലവർ ഓയിൽ. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് എടുത്ത് വെക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നോക്കിക്കോളെ. ആദ്യം നമുക്ക് ഈ കൂട്ടാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്.
ആദ്യം ഈ കൂട്ട് ഒഴിച്ച് കൊടുത്തു. ഇനി അടുത്തത് ബൂസ്റ്റ് ചേർത്തിട്ടുള്ള കൂട്ട്, അതാണ് ഇതിൻ്റെ മുകളിലേക്ക്. ഇത് കാണുമോയെന്നറിയില്ലല്ലോ, ഇവിടെ വെക്കാം അല്ലേ, അപ്പോൾ കാണും. ഇങ്ങനെ വെക്കാം, അപ്പോൾ കാണും, എല്ലാം ഒഴിക്കുന്ന കാണാം. അതാണ് നല്ലത്. അപ്പോൾ ഇതാ അടുത്ത് ഇതാണേ ഒഴിക്കുന്നത്. ഇനി ഇത് അങ്ങനെ നമ്മൾ മാറി 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 ഒഴിച്ചു കൊണ്ടേയിരിക്കുക. അത് കഴിഞ്ഞ് ഇത് അപ്പോൾ അതവിടെ ക്ലിയറായി. ഇനി എല്ലാ കുയിലും ഞാൻ അതേപോലെ ഒഴിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ ഇനി ഇതാ ഇതേപോലെ വരക്കുന്നുണ്ട്. അപ്പോൾ ഇനി പല ഡിസൈനായിട്ട് വന്നോളൂ. ഇതാ അപ്പോൾ ഇതിനും അതേപോലെ ചെയ്യാം. എല്ലാത്തിനും അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും ഓരോ ഡിസൈനായിട്ട് വരും. ഓക്കെ, പല ഡിസൈനിലായിട്ട് വരും. ഇത് മേലെ കുറച്ച് വെള്ളയാക്കാൻ മറന്നുപോയി. അത് കാപ്പി കളർ തന്നെയായിപ്പോയി, ബൂസ്റ്റിൻ്റെ തന്നെയായിപ്പോയി. അപ്പം നമ്മളെ കൂട്ടും ഏകദേശം തീരാനായിപ്പോയി. അപ്പം അവർ മേലെ കുറച്ച് വെള്ള കളർ തന്നെ വേണം, അതിൽ ആക്കാൻ മറന്നുപോയി ഞാൻ. എല്ലാം ഒഴിക്കുന്ന കൂട്ടത്തിൽ അത് മറന്നു ഞാൻ. അപ്പോൾ അതിനെ ഒന്ന് ആക്കട്ടെ ഞാൻ. ഓക്കെ, അപ്പോൾ അവരി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് അതിനെ എടുത്ത് വെക്കാം. പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് ഇതാ എൻ്റെ കേക്ക് ഇവിടെ ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി ഞാനിത് വാങ്ങി വെക്കട്ടെ. ഇപ്പോൾ തണിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ മേലെ തട്ട് വെച്ചിന്, ആ തട്ടിന് പോയിട്ട് ഇത് മുട്ടിപ്പോയിന്. ഇതാ അതാണ് ആ ചെറിയൊരു ഇതുപോലെ കാണുന്നില്ലേ. ഇനി അതാ നല്ല അടിപൊളി കേക്കായിട്ട് തന്നെ കിട്ടീന്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാ ഞാൻ എടുക്കുന്നുണ്ടേ. ഇതാ കണ്ട, നല്ല അടിപൊളി കേക്കായിട്ട്. ഇത് മേലത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഇതിനിങ്ങനെ ഇത് ഞാൻ അടച്ച് വെച്ച് കളഞ്ഞിന്. അപ്പം അതിന് പറ്റിയിട്ടാണ് ഇതിങ്ങനെ ചെറുങ്ങനെ ഒന്ന് വന്നത്. ഇതാ നല്ല സോഫ്റ്റ് കേക്കാണ്. ഇതാ കണ്ട, അടിപൊളിയാണ്. അപ്പം ഞാനെല്ലാം ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ് എൻ്റെ കേക്ക്, ഇതാ വെറൈറ്റി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബൂസ്റ്റെല്ലാം ചേർത്തിട്ടാക്കിയതാണ്. സാധാരണ കൊക്കോ പൗഡറെല്ലാം വെച്ചിട്ടാണ് എല്ലാവരും ആക്കുക. ഞാൻ ബൂസ്റ്റ് വെച്ചിട്ട് നല്ല അടിപൊളി കേക്കാണ്, ഒരു കുറ്റവും പറയാനില്ല. ഞാനിത് മുറിച്ചിട്ടും കാണിച്ചു തരാം. അപ്പം ഞാൻ വെറും ബൂസ്റ്റും കുറച്ച് കൂട്ടുമുള്ള അതിനെക്കൊണ്ട് ഞാൻ ഈ മേലത്തെ തട്ടിൽ, അതാണ് മേലത്തെ തട്ട് വെക്കാൻ കാരണം. എന്താ അതാണ് ആ മറ്റേത് പൊന്തി വന്നേരം അതിന് തട്ടിപ്പോയത്, മറ്റല്ലാണ്ട് ഒരു കുഴപ്പം. കണ്ട ഇതാ സോഫ്റ്റ്. ഇത് വെറും ബൂസ്റ്റ് കുറച്ച് ജാസ്തിയുള്ള അതിനെക്കൊണ്ട് ഞാൻ ഒരു ചെറുങ്ങനെ ആ മേലത്തെ തട്ടിൽ വെച്ചതാണ്. അപ്പോൾ അത് ഇത് ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം. ഇതാ ഇതാ കണ്ട, ഇതാ നല്ല അടിപൊളി കേക്കല്ലേ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോഫ്റ്റ് കണ്ട, അടിപൊളി കേക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ, സൂപ്പറാണ് കേട്ടോ. എന്താ ഒന്നും പറയാനില്ല.
അപ്പം എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.